എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവിതാംകൂർ ഭരണാധികാരികളെ പഠിച്ചു വരികയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1829 മുതൽ 1846 വരെയായിരുന്നു. തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. രാമവർമ്മ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അതുപോലെ 20ഓളം ഭാഷകൾ, 20ൽ കൂടുതൽ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പാഠം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ കർണാടക സംഗീതം, വീണ വായന എന്നിവയിൽ അതീവ തൽപരനായിരുന്നു. മോഹിനിയാട്ടത്തിനൊരു വളർച്ച പ്രാപിച്ചത്, അതായത് മോഹിനിയാട്ടം എന്ന കലാരൂപം വളർച്ച പ്രാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അതുപോലെ തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1834 ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നത്. 36 അത് രാജാ ഫ്രീ സ്കൂളായി മാറുകയും പിന്നീട് 1866 അത് യൂണിവേഴ്സിറ്റി കോളേജായിട്ട് മാറുകയും ചെയ്യുന്നു. അതുപോലെ വാന നിരീക്ഷണ കേന്ദ്രം 1837 തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ നിയമസംഹിത കൊണ്ടുവന്നു. അതുപോലെ പൊതുമരാമത്ത്, കൊല്ലത്തു നിന്നും ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതൊക്കെ നമ്മുടെ സ്വാതി തിരുനാളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. കാരണം കുതിരമാളിക, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ വാന നിരീക്ഷണ കേന്ദ്രം, ആദ്യത്തെ സെൻസസ് തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നു, ഒക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ സ്വാതി തിരുനാൾ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓക്കെ, ബൈ.